സുജിത്തേട്ടനും ജിതിനും അവർക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്ത, ഒരിക്കലും ആളുകൾ ചിന്തിക്കാത്ത ഒരു കോമ്പിനേഷൻ വേണം. അവർ വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഉള്ളൊരിത്. അപ്പോൾ ആ വാക്ക് പാലിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ആദ്യത്തെ ഒരു. അത് പക്ഷെ പാളിപ്പോവാൻ പാടില്ല, നിങ്ങൾക്ക് വേറൊരാളെ നമുക്ക് തീരെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊന്നും വരാൻ പാടില്ലല്ലോ. അപ്പം ആളുകൾ എങ്ങനെയാണ് അത് സ്വീകരിക്കുക, അവരുടെ മനസ്സിലേക്ക് ഇതെങ്ങനെ വരിക എന്നുള്ളതും നമുക്കറിയില്ല. അപ്പം അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. നമ്മളെ ക്യാരക്ടർ നമുക്കങ്ങ് വിശ്വസിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. ടോവി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ആക്ടർ ട്രെയിനിങ് നടത്തിയിട്ടാണ് ഈ 3 ക്യാരക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പം വളരെ സന്തോഷം തോന്നി. കാരണം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യിക്കുന്നതെന്ന് മനസ്സിലായപ്പോഴും നമുക്ക് വലിയ കാര്യമായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സീൻസ് ചെയ്യുന്ന സമയത്ത് ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരാളില്ല, ആളെ കണ്ടിട്ടില്ല. അവിടെ മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് അവിടെ തന്നെ ആ പുള്ളി നടന്നു വരുമ്പോഴൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അടുത്തടുത്ത ക്യാരവാനിലാണ് ഉള്ളത്. അപ്പോൾ അതിനകത്തുനിന്ന് ഇറങ്ങി ചാടി അങ്ങ് ഒരു 3-4 ആൾക്കാരുടെ കൂടെ ഇങ്ങനെ മണിയും, ഒരു കള്ളൻ ഒരിക്കലും മണിയൊന്നും കെട്ടി നടക്കില്ലല്ലോ, കള്ളന്മാർ പരമാവധി ശബ്ദമില്ലാതെ നടക്കുന്ന അങ്ങനെ വരുന്ന ഒരു അതിങ്ങനെ ഇത് വരുന്ന സമയത്ത് നമുക്കൊരു തെയ്യം അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിൻ്റെ ഒരു വലിപ്പം ആ ക്യാരക്ടറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സമയത്ത് കറക്റ്റ് മണിയൻ വരുന്നു. പിന്നെ നമുക്ക് പരസ്പരം അങ്ങനെ ഒരുപാട് സിനിമകൾ ABCDയിലൊക്കെ ഞാൻ പുള്ളീനെ പോയിട്ട് റാഗ് ചെയ്ത് എന്താണ് എൻ്റെ പേര് എന്നൊക്കെ, നല്ല ഒരു ചെറിയ ചെറുക്കൻ അവിടെ വന്നിരിക്കുന്നു, നീ എന്തുള്ള ഇതിൽ ചെയ്യുന്നു, ഞാനപ്പോൾ സീനിയറാണല്ലോ, അപ്പോൾ എനിക്ക് ചോദിക്കാമല്ലോ. അല്ല ചേച്ചി ഞാൻ അത് ഒരു ഇതിലെ ഓപ്പോസിറ്റ് ദുൽഖറിൻ്റെ ശരി ABCD. പിന്നെ മൊയ്തിയിൽ ഞങ്ങൾക്ക് ഊനോക്കാട് കളിക്കില്ല, ഞങ്ങൾക്ക് കരവാനൊന്നുമില്ലല്ലോ, ഞങ്ങൾ വട്ടത്തിൽ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ സുധീഷ് ഏട്ടൻ ജിതിനും എല്ലാവരും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ മണിയെന്ന് പറയുന്ന കള്ളൻ എന്ന് പറയുന്നത് മണി കെട്ടിയിട്ട് കക്കാൻ ഇറങ്ങുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വേഗത നിങ്ങൾ പിന്നെ കണ്ടിട്ടില്ലേ, ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ. അപ്പം അത്രയും കഴിവുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആ നാടിനെ വിറപ്പിക്കുന്ന ആ കള്ളൻ, എന്നെ പിടിക്കണമെങ്കിൽ ഞാനും കൂടി വിചാരിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ആ കള്ളൻ വെറുതെ ഒരു സാധാരണ സ്ത്രീയെ ശരി വാ മാണിക്യം എന്ന് പറഞ്ഞിട്ട് കൂട്ടി കല്യാണം കഴിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അയാൾക്ക് ഇതെൻ്റെ മാണിക്യത്തിനുള്ളതാണ്, ഓള് ഞെട്ടട്ടെ, ഈ പറ്റിക്കപ്പെട്ടതിൽ എൻ്റെ മാണിക്യവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന. അപ്പോൾ അയാൾക്ക് അത്രയും ആരാധനയുള്ള ഒരു കുട്ടി, ഒരു 7 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സോ ആയിട്ട് ഉണ്ടെങ്കിലും ഇവരോട് ഇത്രയും ആരാധന, ഇവർക്ക് വേണ്ടി എൻ്റെ ഭൂമിയും ആകാശവും നീയാണെന്ന് പറയുന്ന, ഇവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന, അവരൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ അതിന് ഓക്കെയാണ്. ശരി നമ്മൾ യാത്ര പറയുകയാണെന്ന് പറഞ്ഞാൽ അയാൾ അതിന് തയ്യാറാണ്, വിട്ടു പോകാൻ വേണ്ടിയിട്ട് ആ സീനിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മാണിക്യം എന്ന് പറഞ്ഞാൽ അവർ ചില്ലറക്കാരി അല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അത് മണിയൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അതിൽ ഞാൻ കളരി പഠിച്ചിട്ടുണ്ട്. കളരി എനിക്ക് അതിലൊരു